നിയമസമാധാനം ഇതുപോലെ തകർന്ന കാലഘട്ടം ഉണ്ടായിട്ടില്ല. മയക്കുമരുന്ന് സർവത്ര വ്യാപകമാണ്. മദ്യവും മയക്കുമരുന്നിനും പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുന്ന ജോലിയാണോ ഈ സർക്കാരിനുള്ള ജോലി? ഇന്നും ഇപ്പോൾ ബ്രൂവറിക്ക് പോലും ഇളവ് കൊടുക്കുന്നതാണ് കേട്ടത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പ്രതിഫലിക്കപ്പെടുന്ന ഏറ്റവും ശക്തമായി സർക്കാർ വിരുദ്ധ ജനവികാരം പ്രതിഫലിക്കപ്പെടുന്ന ഒരു ഇലക്ഷനായിട്ട് ഈ ഇലക്ഷനെ മാറും എന്നുള്ളൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ ആമുഖമായി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. എല്ലാ പഞ്ചായത്തുകളിലെയും പ്രവർത്തകരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോടെ UDF നിലമ്പൂരിൽ തിരിച്ചു വരും. സംശയം സാർ, ഉപതെരഞ്ഞെടുപ്പുകളായാലും തെരഞ്ഞെടുപ്പുകളായാലും ഭരിക്കുന്ന സർക്കാരുകളെ വിലയിരുത്താനുള്ളൊരു അവസരമാണ്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാക്കിയത് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ദുഷ്പേര് കൊണ്ടാണല്ലോ. അപ്പോൾ എന്തായാലും അത് അനുകൂലമായിട്ട് വരും. ആ ചർച്ച ചെയ്യുന്ന സമയത്ത് മറ്റു പല വിഷയങ്ങളിലേക്കും പോവുകയാണ്. സമസ്ത, വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറഞ്ഞ ചർച്ചകളിലേക്ക് പോയി ഇത്തരം ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാതെ പോകുന്നു. ഈ ആ പ്രശ്നങ്ങൾക്ക് ഇതുവരെ അല്ല, അത് ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ആഗ്രഹിക്കുന്ന ആരാണ്? ജനകീയ പ്രശ്നങ്ങൾ വന്നാൽ തങ്ങൾ പ്രതിക്കൂട്ടിലാക്കും എന്ന് വിചാരിക്കുന്നവരാണ്. അത് ഗവൺമെൻറ്റാണ്. അപ്പോൾ അവർ ചില സമയങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്ത് ചർച്ചകൾ ഉണ്ടാക്കും. അതൊക്കെ സ്വാഭാവികം, ഉണ്ടാക്കട്ടെ. പക്ഷെ ഞങ്ങൾ ജനങ്ങളുടെ അടുത്ത് നേരിട്ട് പോകുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാ ബൂത്തുകളിലും പോകുന്ന, എല്ലാ വീടുകളിലും പോകുന്ന പ്രവർത്തകർക്ക് അറിയാം യഥാർത്ഥ വികാരം. നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സഹോദര, ഇതിനെക്കുറിച്ചൊന്നും ഒരു ആശങ്ക വേണ്ട. UDF വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആ മനോഭാവമുള്ള ജനവിഭാഗങ്ങളെല്ലാം, അത് സംഘടനകളായാലും ജനവിഭാഗങ്ങളെല്ലാം അവർക്ക് വോട്ട് ചെയ്യും. ഞാൻ അതിലെ വിവാദങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അത്തരം വിവാദങ്ങളൊക്കെ സർക്കാരിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വികാരങ്ങളായിട്ടാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവരാണ്. ആരെങ്കിലും കയറി പിന്തുണ വന്നാൽ പിന്തുണ വേണ്ടാന്ന് പറഞ്ഞ അഹങ്കാരം എന്തിനാണ് കാണിക്കുന്നത്? പക്ഷേ അതുകൊണ്ട് ആ പിന്തുണക്കുന്നവരെയെല്ലാം ഞങ്ങൾ അവരുടെ രാഷ്ട്രീയ ആശയങ്ങളെ അനുകൂലിക്കുന്നവരാണെന്ന് അർത്ഥമുണ്ടോ? അതിനകത്ത് എവിടെയാണ് അർത്ഥം? അത് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം. എന്നാൽ പിന്നെ ഹിന്ദു മഹാസഭയുടെ പിന്തുണയെ അംഗീകരിച്ചവർ മഹാത്മാഗാന്ധിയെ കൊന്നവരെ അംഗീകരിക്കുന്നോ ചോദിക്കണം. അല്ല, അത് നിങ്ങൾ അദ്ദേഹത്തോട് ഇതിനകത്ത് വ്യക്തമാണ്. ഇതൊക്കെ വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ പിന്തുണ വരുന്നതും ഞങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു പ്രശ്നമേ ഇല്ല. അതുമായി ബന്ധപ്പെടുന്ന പ്രശ്നമേ ഇല്ല. UDFിൻ്റെതായിട്ട് ലൈനുണ്ട്, കോൺഗ്രസിൻ്റെതായ ദേശീയ ലൈനുണ്ട്. ആ ലൈനൊന്നും മാറുന്ന പ്രശ്നമേ ഇല്ല. ക്ലിയറാണ്. അതിൽ തന്നെ പിടിക്കാതെ സർക്കാർ ഒന്ന് മാറ്റിപ്പിടി. UDFിൻ്റെ കാര്യമല്ല പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ എന്നോടല്ല ചോദ്യം ചോദിച്ചത്, ഞാൻ പറഞ്ഞു. എന്തൊരു ഈ സാങ്കല്പിക ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനെങ്ങനെയാ മറുപടി പറയാ? ഇത് സ്വപ്നം കണ്ടതാണോ ഇത്? ചിലർ ഇപ്പം UDFിനെ പിന്തുണയ്ക്കും, അവർ മുമ്പ് LDFിനെ പിന്തുണക്കും, അവർ മുമ്പ് വേറെ പിന്തുണക്കും. അതൊന്നും എനിക്കറിയില്ല. ആ ചർച്ചകളിലേക്കൊന്നും ഞാൻ പോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കാര്യം ഞാൻ ക്ലിയറായിട്ട് ലൈൻ പറഞ്ഞു. നമ്മുടെ പാർട്ടിയുടെ ലൈൻ പറഞ്ഞു. ഇതാണ് പാർട്ടിയുടെ ലൈൻ കൃത്യമായിട്ടും. തെരഞ്ഞെടുപ്പ് കാലത്ത് വരുന്ന പിന്തുണയുടെ പേരിൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങൾ ഡൈല്യൂട്ട് ചെയ്ത പ്രശ്നമേ ഇല്ല. ക്രൈസ്തവ സമുദായത്തിന് വലിയ വിഷമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഇന്നലെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? ഒറീസയിൽ വലിയ ക്രൈസ്തവ ജാഥ നടന്നു. ഒറീസയിൽ നടന്ന ക്രൈസ്തവ ജാഥ സമീപകാലത്തൊന്നും ഇല്ലാത്ത വണ്ണം ക്രൈസ്തവ പ്രക്ഷോഭമാണ്, റിലീജിയസ് ഫ്രീഡം ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്വാമി. അവിടെ കഴിഞ്ഞ BJP ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ 10 മാസമേ ആയിട്ടുള്ളൂ. ആ 10 മാസത്തിനിടയിൽ 6 പ്രാവശ്യമാണ് ക്രൈസ്തവ പുരോഹിതന്മാരെയും ദേവാലയങ്ങളെയും അതിക്രൂരമായി മർദ്ദിച്ചത്. ഒരു സംഘം കേരളത്തിൽ വന്നിട്ടാണ് ചികിത്സ തേടിയത്. 2 സംഘവും. കേരളത്തിലെ മുഖ്യമന്ത്രിക്കാരൊന്നും സമയം ഉണ്ടാവില്ല. ഒരു കത്ത് ഒറീസ മുഖ്യമന്ത്രിക്ക് എഴുതാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് ഒറീസ മുഖ്യമന്ത്രിക്ക്. ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ അവിടെ പോയി കണ്ടു. ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ ആ പള്ളിയിൽ പോയി, അവിടെ ചർച്ചിൽ പോയി, പോലീസിനെതിരായി ശക്തമായി സമരം നടത്തി.
കേസെടുത്തില്ലെങ്കിൽ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ആ വിഷയങ്ങളിൽ കാണുന്നുണ്ടോ? ആ വിഷയങ്ങളിൽ ഈ പറയുന്ന നോക്കി കാണുന്നുണ്ടോ? കാരണം മണിപ്പൂരിലാണെങ്കിലും പിന്നീട് ഒഡീഷയിലാണെങ്കിലും പൂർണ്ണമായിട്ട് കാണുന്നുണ്ട് സഹോദര. അത് സമൂഹത്തിന്റെ നിലനിൽപ്പിൽ അസ്തിത്വത്തിനെ കുറിച്ചുള്ള ചോദ്യമല്ലേ, അതെങ്ങനെ കാണില്ല എന്ന് പറയുന്നത്? അത് കാണുന്നുണ്ട്. പലരും അതുകൊണ്ട് മാറ്റിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ആ സമൂഹത്തിന് എല്ലാം കൃത്യമായി ബോധ്യമുള്ള, വളരെയേറെ ബോധ്യത്തോടെ പ്രവർത്തിക്കുന്ന സമൂഹമാണ്. ആ സമൂഹം ഇതൊക്കെ കാണുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. Subscribe to One India and never miss an update.